വിഹാര കേന്ദ്രമായി മാറിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ കണ്ടെത്തിയ പെരുമ്പാമ്പിനെ പിടിക്കാനെത്തിയ സ്നേക്ക് റെസ്ക്യൂവർ ഷിഹാബ് ചേളാരിക്ക് ക്യാമ്പസിലെ പുൽക്കാട്ടിൽ നിന്നും ലഭിച്ച മുട്ടകൾ വിരിഞ്ഞതോടെ പുറത്തു വന്നത് 23 പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങൾ. 2 ആഴ്ച മുമ്പ് ഇവിടെ നിന്നും പിടികൂടിയ പെരുമ്പാമ്പിനെ അടുത്ത ദിവസം തന്നെ ഫോറസ്റ്റ് അധികൃതർ കൊണ്ടുപോയെങ്കിലും ഇളക്കം തട്ടിയാൽ മുട്ടകൾ നശിക്കുമെന്നതിനാൽ മുട്ടകൾ ഷിഹാബിന്റെ വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. പെരുമ്പാമ്പിന്റെ മുട്ടകൾ വിരിയാൻ 60 മുതൽ 90 ദിവസം വരെയാണ് വേണ്ടത്. ഇവിടെ എത്തിച്ച 14 ദിവസത്തിന് കൊണ്ട് തന്നെ ലഭിച്ചിരുന്ന 30 മുട്ടകളിൽ 23 മുട്ടകൾ വിരിഞ്ഞു. കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. 2 ദിവസം കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ 60 സെന്റിമീറ്ററോളം നീളം വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ പുറത്തു പോകാതിരിക്കാൻ 500 ലിറ്ററിന്റെ ഫൈബർ ടാങ്കിലാണ് സൂക്ഷിച്ചത്. ഇതിനെ അടുത്ത ദിവസം തന്നെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറുമെന്ന് ഷിഹാബ് പറഞ്ഞു. കഴിഞ്ഞ 14-ാം തീയതി ആയിരുന്നു ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഈ പെരുമ്പാമ്പിന് അതിൻ്റെ കുറച്ച് മുട്ടകളും ഞാൻ റെസ്ക്യൂ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിനെ ഞാൻ വീട്ടിൽ കൊണ്ടുവരികയും പാമ്പിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ റിലീസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിൽ മുട്ട വേറെ എവിടെയും ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ അത് വെച്ചത്. അതിനനുസരിച്ച് സുരക്ഷിതമായുള്ള സ്ഥലത്തായിരുന്നു സെറ്റ് ചെയ്തത്. ഇതിലായിരുന്നു ആക്ട് ചെയ്യിച്ചിരുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റ് പുറത്തേക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങിയാലും പുറത്തേക്ക് വരില്ല എന്നുള്ള ഒരു ബോധത്തിലാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ശേഷം 12-ാമത്തെ ദിവസം മുതൽ ഇത് ആഴ്ച ആവാൻ തുടങ്ങി. ഏകദേശം ടോട്ടൽ 30 മുട്ടകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 23 വിരിഞ്ഞ് കിട്ടി. പക്ഷേ ബാക്കി കുറച്ചെണ്ണം താഴ്ഭാഗം കിടന്ന മുട്ടകളാണ് വിരിയാതെ പോയത്. ബാക്കിയെല്ലാം വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പരിസരത്ത് നിന്ന് ഞാൻ ഒരുപാട് പെരുമ്പാമ്പിനെ ഞാൻ തന്നെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരുപാട് വീടുകളുണ്ട്. ആ വീടിൽ നിന്നൊക്കെ ഒരുപാട് തരം പാമ്പുകളെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ പെരുമ്പാമ്പ് തന്നെ ഒരു ദിവസം തന്നെ ഒരു മണിക്കൂറുകൾ ഇടവിട്ട് 2-3 റെസ്ക്യൂ ചെയ്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ഒരുപാട് ഇതുപോലെ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ ഒരുപാട് അതേപോലെ റെസ്ക്യൂ ചെയ്തതാണ്. അപ്പോൾ അവിടെ അതിൻ്റെ യൂണിവേഴ്സിറ്റിൻ്റെ കോളേജിൻ്റെ ബാക്ക് സൈഡിലെല്ലാം കാടുകൾ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നല്ല കാടുകളാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് ഇറങ്ങാനാണ് ചാൻസ്. കാരണം ബാക്കി സ്ഥലങ്ങൾക്കൊന്നും അതുപോലെ കാടുകൾ അവിടെ കണ്ടിട്ടില്ല. കാരണം എല്ലാം വീടുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ വേറെ പാമ്പുകൾക്ക് നിൽക്കാനുള്ള അത്രയും വലിയ പാമ്പുകൾക്ക് നിൽക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ മിക്കവാറും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഇറങ്ങി വരുന്നുണ്ടാവുക. കോഹിനൂർ ദേവതിയാൽ റോഡിന് സമീപം ജനവാസ കേന്ദ്രത്തോട് ചേർന്നുള്ള കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് പരിസരം കാട് പിടിച്ച നിലയിലാണ്. ഇവിടെ നിന്നും നിരവധി തവണ വിഷപ്പാമ്പിനെ ഉൾപ്പെടെ ഷിഹാബ് തന്നെ പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയ പെരുമ്പാമ്പിന്റെ മുട്ടകൾ ക്യാമ്പസിനകത്ത് തന്നെ വിരിയുകയാണെങ്കിൽ 23 പെരുമ്പാമ്പുകൾ കൂടി ഇവിടം വിഹരിക്കുമായിരുന്നു. ജനവാസ കേന്ദ്രത്തോട് ചേർന്നാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള കോളേജ് പരിസരം പൂർണ്ണമായും കാട് പിടിച്ചു കിടക്കുന്നതിനാൽ ഇവിടം ഇഴജന്തുക്കളെ കൂടാതെ തെരുവു നായ്ക്കളുടെയും വിഹാര കേന്ദ്രമാണ്. ഇതുമൂലം സമീപ പ്രദേശത്തുകാർ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. സമീപ പ്രദേശത്തുള്ള കുരുന്നുമക്കൾ പഠിക്കുന്ന കൊഴപ്പ LP സ്കൂളിലേക്കും അങ്കണവാടിയിലേക്കും ഉൾപ്പെടെയുള്ള കുരുന്നുമക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന ക്യാമ്പസിനോട് ചേർന്നുള്ള റോഡും മരച്ചില്ലകളും പുൽക്കാടുകളും പടർന്നു പിടിച്ചത് കാരണം ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരവും ഭീതിയുളവാക്കുന്നതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല. അധ്യയന വർഷം ആരംഭിക്കും മുമ്പേ ക്യാമ്പസിലെ കാടുകൾ പൂർണ്ണമായും വെട്ടിത്തെളിയിച്ച് പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും സുരക്ഷയൊരുക്കാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് പ്രഭാതം, തേഞ്ഞിപ്പലം.